എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC നടത്തിയ 709/2023 LPST കണ്ണൂർ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന റൊട്ടേഷൻ ചാർട്ടാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ റൊട്ടേഷൻ ചാർട്ടിൻ്റെ പ്രത്യേകത ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് റിസർവേഷൻ, അതായത് 4% റിസർവേഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു റൊട്ടേഷൻ ചാർട്ടാണിത്. ഈ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കേരള PSCയുടെ റൊട്ടേഷൻ, അതായത് 1 മുതൽ 100 വരെയുള്ള ഈ കാണിച്ചിരിക്കുന്ന റൊട്ടേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. 1 മുതൽ 100 വരെയുള്ള റൊട്ടേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. PSCയുടെ പുതിയ വിജ്ഞാപന പ്രകാരം ഡിഫറൻ്റ്ലി ഏബിൾഡിന് 4% റിസർവേഷൻ വന്നിരിക്കുന്നത്. അവരുടെ ടേൺ 1, 26, 51, 76 എന്നീ ടേണുകളിലാണ് ഇവർക്കുള്ള റിസർവേഷൻ വരുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവരുടെ റിസർവേഷൻ, അതായത് 1 മുതൽ 100 വരെയുള്ള റൊട്ടേഷനിൽ പുറമേ അഡീഷണൽ ആയിട്ടുള്ള ഒരു 4% വരുന്നത്. അതായത് മൊത്തം 100 റൊട്ടേഷനും DA 4% കൂടി മൊത്തത്തിൽ 104 ഒഴിവുകൾ വരുമ്പോഴേ 100 എണ്ണത്തിൻ്റെ ഒരു റൊട്ടേഷൻ പൂർത്തിയാവുകയുള്ളൂ. ഈ റൊട്ടേഷൻ ചാർട്ടിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തേത്, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും NJD, അതുപോലെ NCA, അതുപോലെ TPO ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഈ റൊട്ടേഷൻ ചാർട്ടിൽ വരാവുന്നതാണ്. ഇനി നമുക്ക് നേരിട്ട് ഈ റൊട്ടേഷൻ ചാർട്ടിലേക്ക് വരാം. ഈ റൊട്ടേഷൻ ചാർട്ടിൽ ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് റൊട്ടേഷൻ ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള റാങ്കാണ്. രണ്ടാമത്തെ കോളത്തിൽ ഏത് റൊട്ടേഷൻ ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കോളത്തിൽ ഇത് ഏത് ലിസ്റ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, അതായത് മെയിൻ ലിസ്റ്റിൽ നിന്നാണോ അതോ സപ്ലൈ ലിസ്റ്റിലാണോ എന്നാണ് മൂന്നാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. നാലാമത്തെ കോളത്തിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ റാങ്ക് എത്രയാണോ അതാണ് കാണിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ കോളത്തിൽ അവരുടെ കാസ്റ്റ്, ആറാമത്തെ കോളത്തിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏഴാമത്തെ കോളത്തിൽ പേര്, എട്ടാമത്തെ കോളത്തിൽ റാങ്ക് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു സീരിയൽ നമ്പറാണ്. അതുപോലെ തന്നെ ഇതിൽ സപ്ലി പ്രത്യേകമായിട്ട് കളർ കോഡഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒന്നാമത്തെ സപ്ലി കാണിച്ചിരിക്കുന്നത് അത് DA എന്ന കാറ്റഗറിയിൽ നിന്നും വന്നിരിക്കുന്ന സപ്ലിയാണ്. കണ്ണൂരിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് ലിസ്റ്റിലെ അവസാനത്തെ ടേൺ 87 അതുകൊണ്ടാണ് ഈ റൊട്ടേഷൻ 88 ടേണിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ റാങ്ക് എവിടെയാണ് എന്നുള്ളത് ഇതിലെ ഓരോ നമ്പറുകൾ നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. കാരണം ഓപ്പൺ കാറ്റഗറിയിൽ എത്ര വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടേത് റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ ആ റിസർവേഷൻ കാറ്റഗറിയിൽ എത്രയാണ് നമ്പർ, അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് പരിശോധിക്കാവുന്നതാണ്.